നമസ്കാരം. സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളെ എതിർക്കാൻ കഴിയാതെ പോയതാണ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടിയായതെന്ന് AK ആന്റണി കമ്മിറ്റി. കോൺഗ്രസ് നിലപാടുകൾ ന്യൂനപക്ഷ പ്രീണനമാണെന്ന തെറ്റിദ്ധാരണയുണ്ടാക്കി. ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ കഴിഞ്ഞില്ലെന്നും ആന്റണി സമിതി. ഹിന്ദുത്വത്തിന്റെ തള്ളിക്കയറ്റത്തെ ചെറുക്കാൻ കഴിഞ്ഞില്ലെന്ന് വയലാർ രവി. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ലയന കാര്യത്തിൽ പുതിയ വിശദീകരണവുമായി MA ബേബി. പുനരേകീകരണ ചർച്ചകൾ ഭാവിയിൽ സംഭവിച്ചേക്കാം. ചർച്ചകൾ പാർട്ടികൾക്ക് പുറത്തു നടക്കുമെന്നും MA ബേബി. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒന്നിക്കണമെന്ന് പറയുന്നത് പാപമല്ലെന്ന് ബിനോയ് വിശ്വം. സഹാറൻപൂർ വർഗീയ കലാപത്തിൽ BJPക്ക് പങ്കെന്ന് അന്വേഷണ സംഘം. BJP MP രാഘവ് രഖൻപാലിനെതിരെ അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശം. സമാജ്വാദി പാർട്ടിയുടെ റിപ്പോർട്ടെന്ന് BJP. RSS പ്രചാരക് സുനിൽ ജോഷിയുടെ വധത്തിന് പിന്നിൽ സാധ്വി പ്രഗ്യാ സിംഗിനോട് ജോഷിക്കുണ്ടായ ലൈംഗിക താൽപര്യമെന്ന് NIA. ബാർ വിഷയത്തിൽ KPCCക്കും സർക്കാരിനും രണ്ടഭിപ്രായമാണെന്ന് മന്ത്രി ആര്യാടൻ. UDFലും അഭിപ്രായ ഭിന്നതയുണ്ട്. കോടതി ഉത്തരവുണ്ടായാൽ പൂട്ടിയ ബാറുകൾ തുറക്കേണ്ടി വരുമെന്നും ആര്യാടൻ. ബാർ ലൈസൻസ് ഉൾപ്പെടെ വിവാദ വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ UDF യോഗം 21-ന്. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളെ ഒരുപോലെ എതിർക്കാൻ കഴിയാതിരുന്നതാണ് കോൺഗ്രസിന്റെ പരാജയത്തിന് വഴിയൊരുക്കിയതെന്ന് AK ആന്റണി കമ്മിറ്റിയുടെ റിപ്പോർട്ട്. കോൺഗ്രസ് നിലപാടുകൾ ന്യൂനപക്ഷ പ്രീണനമാണെന്ന തെറ്റിദ്ധാരണ സൃഷ്ടിച്ചു. എന്നാൽ ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞതുമില്ല. നേതാക്കൾക്ക് ജനങ്ങളുമായി ബന്ധം നഷ്ടപ്പെട്ടതും കീഴ്ഘടകങ്ങൾ നിശ്ചലമായതും പാർട്ടി പരിശോധിക്കണമെന്ന് റിപ്പോർട്ട് ശുപാർശ ചെയ്തതായും സൂചനയുണ്ട്. BJPയുടെ പ്രചരണത്തെ ഫലപ്രദമായി ചെറുക്കാൻ കോൺഗ്രസിന് കഴിയാതിരുന്നതിന്റെ കാരണങ്ങളാണ് AK ആന്റണി, മുകുൾ വാസ്നിക്, RC കുണ്ടിയ, അവിനാഷ് പാണ്ഡെ എന്നിവർ അംഗങ്ങളായ സമിതി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിക്കും ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കും സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത്. പാർട്ടിയുടെ കീഴ്ഘടകങ്ങൾ നിശ്ചലമായിരുന്നുവെന്നും മോദിയെ മാന്ത്രികനായി ചിത്രീകരിച്ച RSS പ്രചാരണത്തെ ചെറുക്കാൻ പാർട്ടി നേതാക്കൾക്കായില്ലെന്നും ആന്റണി സമർപ്പിച്ച റിപ്പോർട്ട് കണ്ടെത്തിയതായി സൂചനയുണ്ട്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണെന്ന് സ്ഥാപിക്കാൻ കോൺഗ്രസിനായില്ല. മുസ്ലിം സംവരണത്തെക്കുറിച്ച് ചില നേതാക്കൾ നടത്തിയ പ്രസ്താവനകൾ അനുചിതമായി മാറി. കോൺഗ്രസ് ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമാണെന്ന തെറ്റിദ്ധാരണ പടരാൻ ഇത് വഴിയൊരുക്കി. മറുഭാഗത്ത് ന്യൂനപക്ഷങ്ങളെ ആകർഷിക്കാൻ കോൺഗ്രസ് നടത്തിയ ശ്രമങ്ങൾ തിരിച്ചടിക്കുകയും ചെയ്തു. ന്യൂനപക്ഷങ്ങളുടെ ഉന്നമനത്തിന് UPA സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികളിൽ പലതും ജനങ്ങളിലേക്കെത്താഞ്ഞത് വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരമായി ചിത്രീകരിക്കപ്പെട്ടു. കോൺഗ്രസിന്റെ സംസ്ഥാന ഘടകങ്ങളിലും നേതാക്കളിലും ഏകോപനമില്ലായ്മയും അലസതയും വർദ്ധിച്ചത് പരാജയത്തിന്റെ കാരണമായ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. ചില സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും PCC അധ്യക്ഷന്മാരെയും അവസാന വർഷം മാറ്റിയിരുന്നുവെങ്കിൽ പാർട്ടിക്ക് പ്രകടനം മെച്ചപ്പെടുത്താനാവുമായിരുന്നു. ജനറൽ സെക്രട്ടറിമാരിൽ ചിലർ അപൂർവമായി മാത്രമായാണ് സംസ്ഥാനങ്ങൾ സന്ദർശിച്ചത്. UPA ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ വോട്ടർമാരിലേക്ക് എത്തിക്കുന്നതിലും പാർട്ടി പരാജയപ്പെട്ടു. 1999 മുതൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പരാജയങ്ങളെ ചൊല്ലി ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ടുകളിലെല്ലാം സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മൻമോഹൻ സിംഗ് എന്നീ തലമൂത്ത നേതാക്കളെ വെറുതെ വിടുകയാണ് ചെയ്യുന്നത്. ഈ റിപ്പോർട്ടുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതേസമയം ഇത്തവണത്തെ റിപ്പോർട്ട് പരസ്യമാക്കണമെന്ന് പാർട്ടിക്കകത്ത് ശക്തമായി ആവശ്യമായിരുന്നുണ്ട്. റഷീദുദ്ദീൻ, മീഡിയ 1, ന്യൂഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ പ്രീണനമുണ്ടായിട്ടില്ലെന്ന് വയലാർ രവി. കോൺഗ്രസിന് മതേതരത്വം നഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ ഹിന്ദുത്വത്തിന്റെ തള്ളിക്കയറ്റത്തെ ചെറുക്കാൻ കഴിഞ്ഞില്ലെന്നും വയലാർ രവി കൊച്ചിയിൽ പറഞ്ഞു. ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുമ്പോൾ അർഹപ്പെട്ടതും അല്ലാത്തതൊക്കെ ചെയ്തു കൊടുക്കുമ്പോഴാണ് പ്രീണനം ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു പ്രീണനത്തിന്റേതായ അവസരം ഒരിക്കലും ഉണ്ടായിട്ടില്ല. കോൺഗ്രസിന്റെ മതേതര സ്വഭാവം നഷ്ടപ്പെട്ടു എന്ന ഒരു വിലയിരുത്തലിനോട് ഞാൻ വിയോജിക്കുന്ന ഒരാളാണ്. ഈ വിഷയം ചർച്ച ചെയ്യാൻ കോൺഗ്രസ് നേതാവും മുൻ MPയുമായ PT തോമസ് ടെലിഫോൺ ലൈനിലും ഒപ്പം സേനാപതി വേണു ഇടുക്കിയിൽ നിന്ന് നേരിട്ടും നമ്മോടൊപ്പം ചേരുന്നു. ഒപ്പം ഫസൽ ഗഫൂർ രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ G ദേവരാജൻ ഫോർവേഡ് ബ്ലോക്ക് നേതാവ് എന്നിവരും ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു. അതിഥികൾക്ക് സ്വാഗതം. ആദ്യം ശ്രീ PT തോമസ്, യാഥാർത്ഥ്യ ബോധമുള്ള ഒരു തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച വിശകലനം ആവശ്യമുണ്ട്. അത് എത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, ഈ ജനാധിപത്യമുണ്ട് എന്ന് പറയുന്ന ഈ പാർട്ടിക്കകത്ത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇവിടെ ന്യൂനപക്ഷ പ്രീണനമുണ്ട് എന്ന ഒരു തോന്നൽ തെരഞ്ഞെടുപ്പ് കാലത്തെ മറ്റ് വോട്ടിനെ ബാധിച്ചു, ഭൂരിപക്ഷ വോട്ടുകളെ ബാധിച്ചു. അത് BJPക്ക് ഗുണകരമായി എന്നാണ് പറയുന്നത്. പക്ഷേ പറയാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. തീർച്ചയായും അത് ചർച്ച ചെയ്യണം. എങ്ങനെയാണ് ന്യൂനപക്ഷ പ്രീണനമുണ്ട് എന്ന ഒരു തോന്നലുണ്ടായി എന്ന സമീപനത്തെ താങ്കൾ സമീപിക്കുന്നത്? ഞാൻ തുടക്കത്തിലേ പറയട്ടെ, ഞാൻ യാത്രയിലാണ്. ഫോൺ കട്ട് ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും കട്ട് ചെയ്തു പോകുന്നത് വരെയുള്ള സംഭാഷണം തുടരാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് വന്നിരിക്കുന്ന വാർത്തകളൊക്കെ സാങ്കല്പികമാണ്. ഔദ്യോഗികമായി AK ആന്റണി കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല. ഇതിന്റെ ഇന്നതൊക്കെ ആയിരിക്കാൻ ശുപാർശകൾ എന്നുള്ള ഒരു സമീപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നതെന്നാണ് എന്റെ വിശ്വാസം.
ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, കോൺഗ്രസിന്റെ മതേതര സ്വഭാവത്തിന് മങ്ങലേൽപ്പിക്കാൻ പാടില്ല. കോൺഗ്രസിന്റെ ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വം ഏറ്റവും മഹത്തരമാണ്. ആ മതേതരത്വത്തിന് കോട്ടം തട്ടുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലനിൽപ്പിന് തന്നെ അപകടകരമാണ് എന്നുള്ളത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു ചിന്തയല്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ ഉയർത്തിപ്പിടിക്കുന്ന വലിയൊരു നിലപാടാണ്. ആ നിലപാടിനെ ബഹുമാനായ ശ്രീ A.K. ആന്റണി അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും പിന്നീടും പലവട്ടം ഉയർത്തി കാണിക്കുകയും അതിനെ വേണ്ടി ശക്തമായി നിലകൊള്ളുകയും ചെയ്തിട്ടുള്ള ഒന്നാണ്. ഇവിടെ ബഹുമാനപ്പെട്ട വയലാവതി പറഞ്ഞതുപോലെ കേരളത്തെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് കോൺഗ്രസ് വഴങ്ങിക്കൊടുത്തു എന്ന ഒരു പരാതി ശക്തമായി നിലനിൽക്കുന്നുണ്ടോ എന്നതൊക്കെ റിപ്പോർട്ടിനെ ആശ്രയിച്ചിരിക്കുകയാണ്. ഏതായാലും ഒരു കാര്യം വളരെ അസന്നിഗ്ധമായി എളിയൊരു കോൺഗ്രസുകാരൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസിന്റെ മതേതര നിലപാട് ഏതെങ്കിലും ഒരു മതസംഘടനയുടെയോ സാമുദായിക സംഘടനയുടെയോ അഭിപ്രായം കേൾക്കാതിരിക്കുന്നു എന്നുള്ളതല്ല, അഭിപ്രായം കേൾക്കുന്നതോടൊപ്പം തന്നെ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾ പരിഗണിക്കുമ്പോൾ തന്നെ പാർട്ടിയുടെ അജണ്ട ഏതെങ്കിലും സമുദായ സംഘടനയോ മതസംഘടനയോ ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒരു നിലപാടിനോട് ഒരു കോൺഗ്രസുകാരന് യോജിക്കുകയില്ല. അങ്ങനെയുള്ള നിലപാടുണ്ടാവരുതെന്നുള്ളതാണ് A.K. ആന്റണിയുടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ, അതിനൊരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിന്റെ അന്തസത്ത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സമുദായ സംഘടന, മതസംഘടന, ഞാൻ ഇടപെടുന്നു. മറ്റൊരു കാര്യം കൂടിയുണ്ട്. സംഘടനാപരമായ പാളിച്ചകളെ കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഇതിൽ എത്രമാത്രം ഇത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്? സംഘടനാപരമായ പാളിച്ച, ആര് ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി, സോണിയ, രാഹുൽ തുടങ്ങിയ നേതൃത്വത്തിൽ വന്ന വീഴ്ച, ഇത്തരം കാര്യങ്ങൾ പരാമർശിക്കപ്പെടാതെ പോകുന്നു. അതേസമയം താഴെ തട്ടിലുള്ള സംഘടനാ പരാജയത്തെക്കുറിച്ച് ഏറെ വാചാലമാവുകയും ചെയ്യുന്നു റിപ്പോർട്ടിൽ. താങ്കൾ സാങ്കല്പികം എന്ന് വിശേഷിപ്പിക്കുമ്പോഴും തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തുമ്പോൾ അടി മുതൽ മുടി വരെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുക സ്വാഭാവികമാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെയോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെയോ പ്രവർത്തന വൈകല്യം കൊണ്ടുണ്ടായതാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിയാൻ കഴിയില്ല. കഴിഞ്ഞ കുറെ നാളുകളായി ഇപ്പൊ ഉദാഹരണത്തിന് BJPയുടെ വിജയത്തിന് പല ഘടകങ്ങളുണ്ട്. ഒന്ന്, പല നാളുകളായി നടന്നു വന്ന കോൺഗ്രസിന്റെ ചില പോരായ്മകളും വീഴ്ചകളും സംഘടനാപരമായ ദൗർബല്യവുമാണ്. അത് പരിഹരിച്ച് ഒരു പരിധിവരെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഉള്ള ഒരു പരിശ്രമത്തിനിടയിലായിരുന്നു. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ വളരെ വ്യക്തമാകും. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഇന്നുണ്ടായ പരാജയം ഉണ്ടാകും എന്ന് ഇന്ത്യയിലെ മാധ്യമങ്ങളോ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളോ ആ തരത്തിൽ വിലയിരുത്തിയിട്ടില്ല. കോൺഗ്രസിന് ചെറിയ പരാജയം ഉണ്ടാകുമെന്ന് പറഞ്ഞ പോലെ ഇത്രയും ദയനീയമായ ഒരു പരാജയം ഉണ്ടാകും എന്ന് ഒരു രാഷ്ട്രീയ നിരീക്ഷകനും വിലയിരുത്തിയിരുന്നില്ല. അത് വിലയിരുത്തുമ്പോൾ തന്നെ അത് കാണിക്കുന്ന എന്താണ്? തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഈ വസ്തുതകൾ വെളിച്ചത്ത് വന്നിട്ടുള്ളതാണ്. അത് ഈ A.K. ആന്റണി റിപ്പോർട്ടിൽ എന്ത് പറഞ്ഞിരിക്കുന്നോ അതിന്റെ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യുമ്പോൾ AICC നേതൃത്വവും അതുപോലെ തന്നെ കീഴ്ഘടകങ്ങളും ആ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശ്രീ പി ടി തോമസ്, ദയവായി ടെലിഫോൺ ലൈനിൽ തുറക്കുക. ശ്രീ സേനാപതി വേണു, എവിടെയൊക്കെയാണ് തെറ്റുപറ്റുന്നത്? വലിയ നേതാക്കൾക്ക് താഴെ തട്ടിലുള്ള പ്രവർത്തകരുമായുള്ള ബന്ധം നഷ്ടപ്പെടുന്നു, സാധാരണ ജനങ്ങളുമായുള്ള ബന്ധം നഷ്ടപ്പെടുന്നു തുടങ്ങിയ പരാമർശങ്ങൾ ഇവിടെയുണ്ട്. ചില സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള ആളുകൾ ആ സംസ്ഥാനത്തിന്റെ അടിത്തട്ടുകളിലേക്ക് കടക്കാറേയില്ല തുടങ്ങിയ പരാമർശങ്ങൾ പോകുന്നു. പക്ഷേ അപ്പോഴും ഉന്നത തലത്തെ പൂർണ്ണമായും സംരക്ഷിച്ചു നിർത്തിക്കൊണ്ടാണ് ഈ റിപ്പോർട്ട്. ഇങ്ങനെ ഉന്നത നേതാക്കളെ സംരക്ഷിച്ചും തലോടിയും കൊണ്ട് ഈ യാഥാർത്ഥ്യ ബോധത്തെ കണ്ടെത്താൻ കഴിയുമോ? ഈ യാഥാർത്ഥ്യത്തെ കണ്ടെത്താനാവുമോ? എങ്ങനെയാണ് ഇനി ഇത്തരം കാര്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയുള്ള സമീപനങ്ങൾ ഉണ്ടാവേണ്ടത്? ബഹുമാന്യനായ ശ്രീ A.K. ആന്റണിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ആദ്യത്തെ ശുപാർശയായി താങ്കളുടെ മാധ്യമത്തിലൂടെ പുറത്തു വന്ന കാര്യം ഈ ന്യൂനപക്ഷ പ്രീണനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഒരു എളിയ കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത് അത് പരാജയ കാരണങ്ങളിൽ ഏറ്റവും ചെറുതായ ഒന്നാണ്. പല കാരണങ്ങളിൽ ഒരു 10%, 15% മാത്രം വരാവുന്ന കാരണങ്ങളിൽ ഒന്നാണ്. കഴിഞ്ഞ ലോക്സഭയിലുണ്ടായ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണം അതിനേക്കാളൊക്കെ എത്രയോ വലിയ കാരണങ്ങൾ, ഈ നാട്ടിലെ സാധാരണക്കാരനെ ബാധിച്ച എത്രയോ വലിയ കാരണങ്ങൾ. A.K. ആന്റണി കമ്മിറ്റി റിപ്പോർട്ടിൽ അദ്ദേഹം ശുപാർശ ചെയ്ത ഒരു കാര്യമുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ട്രാറ്റജി ഇല്ലാതെ പോയി, ഒരു നയമില്ലാതെ പോയി എന്നുള്ളത്. ആ നയമില്ലാതെ പോയി എന്നുള്ളത് കഴിഞ്ഞ 3-4 വർഷത്തെ കോൺഗ്രസിന്റെ നേതൃത്വപരമായ ഒരു പരാജയമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഞാൻ ഒരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാം.
ബഹുമാന്യനായ ഡോക്ടർ YS രാജശേഖർ റെഡ്ഡി മരിച്ചു ആന്ധ്രാപ്രദേശിൽ അദ്ദേഹത്തിന്റെ മരണശേഷം കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം അവിടെ വിളിച്ചുകൂട്ടിയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ മകൻ ജഗൻമോഹൻ റെഡ്ഡിയായിരുന്നു അവിടെ അടുത്ത മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടേണ്ടത്. പക്ഷേ അവിടുത്തെ പാർട്ടിയുടെ വികാരവും പാർലമെന്ററി യോഗത്തിലെ അംഗങ്ങളുടെ വികാരവും മാനിക്കാതെ ശ്രീ റോസയ്യെ മുഖ്യമന്ത്രിയായി അവിടെ അവരോധിച്ചു. അതുകൊണ്ടുണ്ടായ അനന്തരഫലം എന്താണ്? കോൺഗ്രസ് പാർട്ടി നാമാവിശേഷമായി ആന്ധ്രാപ്രദേശ് രണ്ടായിട്ട് വിഭജിക്കപ്പെടേണ്ടി വന്നു. ഇന്ന് കോൺഗ്രസിന് ഒരു സീറ്റ് പോലും അവിടെ നിന്നില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷത്തിലെത്തി. കോൺഗ്രസിന് തെറ്റിയ സ്ട്രാറ്റജി 1. സ്ട്രാറ്റജി 2, 41 സീറ്റുകളുള്ള പശ്ചിമ ബംഗാളിൽ CPM-നോട് പടവരുതി നിൽക്കുന്ന മമതാ ബാനർജിയെ എന്ത് കാരണത്താലും കോൺഗ്രസ് പാർട്ടിയുടെ പക്ഷത്ത് നിർത്തുവാനുള്ള ഒരു നയം അത് കോൺഗ്രസിന്റെ നേതൃത്വം സ്വീകരിക്കേണ്ടതായിരുന്നു. അത് പരാജയപ്പെട്ടു. 2, 39 അതുപോലെ തന്നെ 1 പോണ്ടിച്ചേരിയും ചേരുന്ന 40 സീറ്റുള്ള തമിഴ്നാട്ടിൽ. ആ 40 സീറ്റുള്ള തമിഴ്നാട്ടിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് MGRന്റെ കാലം മുതൽ തന്നെ കോൺഗ്രസിന്റെ ഒരു സഖ്യകക്ഷിയായിട്ട് അവിടെ ഉണ്ടായിരുന്ന അണ്ണാ DMK ആണ്. ഇടക്കാലം കൊണ്ട് DMK കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായി മാറി. പക്ഷെ തമിഴ്നാട്ടിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് ഏതെങ്കിലും ഒരു പ്രാദേശിക പാർട്ടിയെ, ഒരു ദ്രാവിഡ പാർട്ടിയെ കൂടെ കൂട്ടാതെ തമിഴ്നാട്ടിൽ ജയിക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. കോൺഗ്രസിന്റെ ഒരു നേതൃത്വം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ സ്ട്രാറ്റജികളിൽ ഒരു വീഴ്ചയുണ്ടായി എന്ന് ബഹുമാന്യ AK ആന്റണിയുടെ കമ്മിറ്റി അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എങ്കിൽ അത് വളരെ ശരിയാണ്. ഇനി മറ്റൊരു കാര്യം, കമ്മിറ്റി അത് പരാമർശിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പരാമർശിച്ചിട്ടില്ല എങ്കിൽ അതുകൂടി ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2014 തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് ഇന്ത്യയിലെ ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വർഷവും അതിന്റെ തലേ വർഷവും ഭരണരംഗത്തുണ്ടായ ചില കുഴപ്പങ്ങൾ മറ്റൊന്നുമല്ല. ഒന്ന്, ഗ്യാസിന്റെ സബ്സിഡിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓരോ മാസവും പെട്രോളിന്റെയും ഡീസലിന്റെയും അവിടെ ഇത്തരം കാര്യങ്ങളിൽ നേതൃത്വത്തിന് പറ്റുന്ന ഈ വീഴ്ചകളെ കുറിച്ച് ഏതെങ്കിലും ഒരു കമ്മിറ്റി റിപ്പോർട്ട് കോൺഗ്രസിൽ എത്ര ജനാധിപത്യമുണ്ടെന്ന് പറയുമ്പോഴും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും നേതൃത്വം നൽകുന്ന ഒരു നേതൃത്വത്തിനെതിരെ ഇത്തരം പരാമർശങ്ങൾ നടത്തും എന്ന് കരുതുന്നുണ്ടോ? അത് ഇല്ലതാനും ഈ റിപ്പോർട്ടിൽ. അല്ല, അതിന്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട, കോൺഗ്രസ് പോലെ ഒരു ജനാധിപത്യ പാർട്ടിയിൽ ഇപ്പൊ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ മാത്രം വിചാരിച്ചാൽ, ഇല്ലെങ്കിൽ അവർ മാത്രം വിചാരിച്ചാൽ നന്നാക്കാവുന്ന ഒന്നല്ല കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിലെ പ്രകടനം. അവര് ഇപ്പം പ്രസിഡന്റ് എന്ന നിലയിലോ അല്ലെ UPA അധ്യക്ഷൻ എന്ന നിലയിലോ അല്ലെ കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിലോ നേതൃത്വപരമായ ഒരു പങ്ക് അവർക്കുണ്ട് എന്നതിനേക്കപ്പുറത്ത് അവരിൽ മാത്രം ഈ പങ്ക് അത് കേന്ദ്രീകരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്ന് വിശ്വസിക്കുന്നു. ആദ്യം പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ വരാം. PT തോമസ് തന്നെ ഏറെ സമയം അതിനുവേണ്ടിയാണ് ചെലവഴിച്ചത്. ന്യൂനപക്ഷ പ്രീണനത്തെക്കുറിച്ചുള്ള പരാമർശമാണെങ്കിൽ അതിൽ ഈ രീതിയിലാണ് അതിനെ കോൺഗ്രസ് സമീപിക്കുന്നത് എങ്കിൽ അതിൽ ഒരു അപകടമുണ്ട്. ന്യൂനപക്ഷ പ്രീണനം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും അധികം സ്കീമുകൾ കടലാസിൽ കൊണ്ടുവന്ന ഗവൺമെൻറ്റാണ് UPA 1 and 2. അതിനെപ്പറ്റി ഒരു തർക്കവുമില്ല. അപ്പോൾ ഉദാഹരണമായിട്ട് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട്, രംഗനാഥ് മിശ്ര കമ്മീഷൻ റിപ്പോർട്ട്, അതിൻ്റെ ഒന്ന്. രണ്ടാമത്, ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ പദവി സ്ഥാപനങ്ങൾ തുടങ്ങാനും അവിടെ അപ്പോയിൻമെൻറ്റ് നടത്താനും അത് കൊണ്ടുവന്ന്. മൂന്നാമത്, സംവരണം, ഈ 4.5% സംവരണം. അതിന് പുറമെ വേറെ പല സ്കീമുകളും. നമുക്ക് ഈ 3 സ്കീമുകൾ എന്താ എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നടപ്പാക്കി. ഇപ്പം മന്ത്രി അലി മന്ത്രിയായിട്ടിരിക്കുന്നതിന് സച്ചാർ കമ്മീഷൻ ആ പാലോളി കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ബേസിസിലാണ്. വെസ്റ്റ് ബംഗാളിൽ സംവരണം നടപ്പാക്കി. പക്ഷേ ഇന്ത്യയിൽ മറ്റുള്ള സംസ്ഥാനങ്ങൾ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്ത് നടപ്പാക്കി എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ വിഷയം, ഞാൻ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല പെട്ടെന്ന്. രണ്ടാമത്തെ വിഷയം സംവരണം. ഈ മുസ്ലിമുകൾക്ക്, ബാക്ക്വേർഡ് മുസ്ലിമുകൾക്ക് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ബേസിസിൽ 27% സംവരണത്തിൽ അവർ ഭാഗമാക്കായിരുന്നു. അവർ കേരള മോഡലാണ് ചോദിച്ചത്, സംവരണം കോട്ട വിത്തന കോട്ട. അതിന് പകരം എന്താ ചെയ്തതെന്ന് വെച്ചാൽ 4.5% ഒരു കോട്ട ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ മുന്നോക്ക സമുദായങ്ങളായ പാർസികൾ, ക്രിസ്ത്യാനികൾ, സിഖ് ഇവരെ കൂടെ